Good morning, students. Welcome to today's class. Today we are discussing about modulation of laser diodes. Okay, what is modulation? The process of putting information onto the light wave is called modulation. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വേവിലോട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക. സോ ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് എന്താവും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആവും. ആൻഡ് ഓൾസോ ലൈറ്റ് വേവ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്താവും, ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് പവർ ഔട്ട്പുട്ട് ആവും. ഈ കോൺസ്റ്റന്റ് പവർ ഔട്ട്പുട്ടിലോട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൊടുക്കുമ്പോൾ അവിടെ മോഡുലേഷൻ, ദ പ്രോസസ് ഇസ് കാൾഡ് മോഡുലേഷൻ. അവിടെയാണ് മോഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിനനുസരിച്ച് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും, വാരി ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് modulation. Okay, for data rates of less than approximately 10 GB per second, that is typically 2.5 GB per second, the process of imposing information on a laser emitted light stream can be realized by direct modulation. ഇനി മോഡുലേഷൻ ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് മോഡുലേഷൻ ആൻഡ് എക്സ്റ്റേണൽ മോഡുലേഷൻ. ഡയറക്റ്റ് മോഡുലേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല, ഈ ഡാറ്റ റേറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ഡാറ്റ റേറ്റ് ലെസ് ദാൻ 10 GB per second ആണെങ്കിൽ, ഓക്കെ 10 GB ഡാറ്റ റേറ്റ് കുറവാണെങ്കിൽ, അപ്പോൾ നോർമലി 2.5 GB ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഡാറ്റ റേറ്റ് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് ഡാറ്റ റേറ്റ് ചെയ്യാം. മോഡുലേഷൻ ചെയ്യാൻ പറ്റും. ദിസ് ഇൻവോൾവ് ഡയറക്ട്ലി വേരിങ് ദ ലേസർ ഡ്രൈവ് കറന്റ് വിത്ത് ദ ഇലക്ട്രിക്കലി formulated information stream to produce a corresponding varying optical output power. For higher, ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ ലേസറിന് അകത്ത് തന്നെ മോഡുലേഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ലേസറിൻ്റെ അകത്ത് തന്നെ മോഡുലേഷൻ സംഭവിക്കുക ഇൻ ദ സെൻസ് ലേസറിന് വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ നമുക്കറിയാം എന്താ, കോൺസ്റ്റന്റ് ഒപ്റ്റിക്കൽ പവർ ആയിരിക്കും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഒപ്റ്റിക്കൽ പവറിനെ നമ്മുടെ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരിയിങ് ഒപ്റ്റിക്കൽ പവർ ആക്കി മാറ്റണം. ദാറ്റ് ഈസ് കാൾഡ് മോഡുലേഷൻ അല്ലേ. സോ ഈ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് പവർ നമ്മുടെ ലേസറിന്റെ ഔട്ട്പുട്ട് എന്ന് വരുമ്പോൾ, അപ്പോൾ അവിടെ എങ്ങനെ വേരിയേഷൻ വരുത്തുന്നതെന്ന് വെച്ചാൽ ഡയറക്ട്ലി വേരിങ് ലേസർ ഡ്രൈ കറന്റ്. ഈ ലേസറിലുള്ള ഡ്രൈ കറന്റ് വേരി ചെയ്തിട്ടാണ്, അതായത് ഇലക്ട്രിക്കലി ഫോർമുലേറ്റഡ് ഇൻഫോർമേഷനെ ലേസറിന് വരുന്ന ലേസറിലെ ഡ്രൈ കറന്റ് വേരി ചെയ്തിട്ടാണ് എങ്ങനെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട്, ലേസറിന്റെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലേസർ ഡ്രൈ കറന്റ് വേരി ചെയ്തിട്ടാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക്കലി ഫോർമുലേറ്റഡ് ഇൻഫോർമേഷൻ. ഈ ഇലക്ട്രിക്കൽ ഇൻഫോർമേഷന് ലേസർ ഡ്രൈവിന്റെ ഡ്രൈ കറന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് വേരിയിങ് ഔട്ട്പുട്ട് കറന്റ്. അതാണ് ഈ ഡയറക്റ്റ് മോഡുലേഷൻ. അതായത് ആ ഒരു ലേസറിനകത്ത് തന്നെ മോഡുലേഷൻ സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർ ഹൈ, അത് ലോവർ ഡാറ്റ റേറ്റിന്റെ സമയത്താണ് നമ്മൾ ഡയറക്റ്റ് മോഡുലേഷൻ ചെയ്യുന്നത്. എന്നാൽ ഡാറ്റ റേറ്റ് കൂടിയാലോ, ഫോർ ഹയർ ഡാറ്റ റേറ്റ്സ് വൺ നീഡ് ടു യൂസ് എ ഡിവൈസ് കാൾഡ് എക്സ്റ്റേണൽ മോഡുലേഷൻ ടു ടെമ്പററി മോഡിഫൈ എ സ്റ്റഡി ഒപ്റ്റിക്കൽ പവർ ലെവൽ എമിറ്റഡ് ബൈ ദ ലേസർ. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ മോഡുലേറ്റർ വേണം ഡാറ്റ റേറ്റ്സ് കൂടിയാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്കൽ പവറിനെ വേരി ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ മോഡുലേറ്റർ അലോങ് വിത്ത് ദ ലേസറിന്റെ കൂടെ ലേസറിന്റെ ഔട്ട്പുട്ടിന്, അതായത് ലേസറിന് വരുന്ന ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുക്കുക, എക്സ്റ്റേണൽ മോഡുലേറ്ററിലോട്ട് കൊടുത്താൽ അത് എക്സ്റ്റേണലി മോഡുലേറ്റ് ചെയ്യും. ഓക്കെ, വെറൈറ്റി ഓഫ് എക്സ്റ്റേണൽ മോഡുലേറ്റർ അവൈലബിൾ കൊമേഴ്ഷ്യലി ഐദർ ആസ് എ സെപ്പറേറ്റ് ഡിവൈസ് ഓർ ആസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ലേസർ ട്രാൻസ്മിറ്റർ പാക്കേജ്. ഓക്കെ, ഡിഫറെന്റ് എക്സ്റ്റേണൽ മോഡുലേറ്റേഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ആ ഒരു ഡിവൈസിനകത്ത് തന്നെ ഉണ്ടാവും, അതായത് ലേസർ ട്രാൻസ്മിറ്ററിന്റെ അകത്ത് തന്നെ വരും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്മിറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റേണലി കൊടുക്കാം. അങ്ങനെയാണ് എക്സ്റ്റേണൽ മോഡുലേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് മോഡുലേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് കാരിയർ ലൈഫ് ടൈം. കാരിയറിന്റെ ലൈഫ് ടൈം അതിന് സ്പോണ്ടേനിയസ് എമിറ്റ്, നമുക്കറിയാം നമ്മൾ ലേസറിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടും കാരിയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിമുലേറ്റർ ആയിട്ടും. ഇവരുടെ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഫോട്ടോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഡയറക്റ്റ് മോഡുലേഷൻ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഈ സ്പോണ്ടേനിയസ് ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ അതെന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്പോണ്ടേനിയസ് ലൈഫ് ടൈം ബാൻഡ് സ്ട്രക്ചറിനെ അതുപോലെ തന്നെ കരിയറിന്റെ കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആൻഡ് ഓൾസോ സ്റ്റിമുലേറ്റഡ് കരിയർ ലൈഫ് ടൈം TST ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ലേസർ ക്യാവിറ്റിയുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ആ ക്യാവിറ്റിയിൽ എത്ര ഒപ്റ്റിക്കൽ ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് സ്പോണ്ടേനിയസ് എമിഷന്, സ്റ്റിമുലേറ്റഡ് ലൈഫ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫോട്ടോൺ ലൈഫ് ടൈം. ഈ 3 പാരാമീറ്റേഴ്സ് ആണ് ഡയറക്റ്റ് എമിഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സ്പോണ്ടേനിയസ് ലൈഫ് ടൈം, കരിയർ ലൈഫ് ടൈം, സ്റ്റിമുലേഷൻ കരിയർ ലൈഫ് ടൈം ആൻഡ് ഫോട്ടോൺ ലൈഫ് ടൈം. ഫോട്ടോൺ ലൈഫ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആവറേജ് ലൈഫ് ടൈം തന്നെ ഫോട്ടോൺ റെസിഡ്യൂസ് ഇൻ ദ ലേസിംഗ് ക്യാവിറ്റി. ലേസിംഗ് ക്യാവിറ്റിയിൽ ഒരു ഫോട്ടോണ് എത്ര നിൽക്കുന്നു, എത്ര കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ടൈമാണ്. സോ അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോൺ ലൈഫ് ടൈമിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ
മോഡുലേറ്ററിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഈ എക്സ്റ്റേണൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എക്സ്റ്റേണൽ മോഡുലേഷൻ. അതായത് ലേസർ ഡയോഡ് വരും. ഈ ലേസർ ഡയോഡിന്റെ ഔട്ട്പുട്ട് എന്താവും? കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് പവർ ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പവേഴ്സ് ആവും വരിക. ഈ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് പവർ എന്ന് വരുന്നത് നമ്മളൊരു എക്സ്റ്റേണലി ഒരു ഒപ്റ്റിക്കൽ മോഡുലേറ്ററിലോട്ട് ആദ്യം ലേസറിനകത്ത് തന്നെ മോഡുലേഷൻ സംഭവിക്കുന്ന ഇന്റേണൽ, അത് ഡാറ്റ റേറ്റ് കുറവാണ്. ഡാറ്റ റേറ്റ് കൂടുതലാണെങ്കിൽ എക്സ്റ്റേണൽ മോഡുലേഷൻ ഒപ്റ്റിക്കൽ മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മോഡുലേറ്റ് അല്ലെങ്കിൽ വേരിയിങ് ഔട്ട്പുട്ട് പവർ, ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പവർ കിട്ടും. Okay, so when direct modulation using laser and the process of turning laser on and off with an electrical drive current produces a widening of the laser width. അതായത് ഡയറക്റ്റ് മോഡുലേഷൻ ചെയ്യുമ്പോൾ ഈ ലേസർ ഓൺ ഓഫ് ആവുന്നതാണ് മോഡുലേഷൻ അല്ലെ. ആ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേസറിന്റെ ലൈൻ വിത്ത് ഇൻക്രീസ് ആവും. കാരണം ഇലക്ട്രിക്കൽ ഡ്രൈവ് കറണ്ടിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വാരി ചെയ്യാൻ. ആ ഒരു ദിസ് ഫിനോമിന is known as chirp and makes directly modulated lasers undesired for operation of data is greater than about 2.5 gigabytes per second. അതായത് ഇതിനെ ചിർപ്പ് ഇഫക്റ്റ് എന്നാ പറയുക. ഈ ചിർപ്പ് എന്ന് പറയുമ്പോൾ വൈഡനിങ് ഓഫ്, അതായത് നമ്മുടെ ലേസറിന് വരുന്ന ലൈറ്റിന്റെ വിഡ്ത്ത് കൂടും. എങ്ങനെ? നമ്മൾ ഈ ലേസർ ഓൺ ആഫ് ഈ ഡ്രൈവ് കറണ്ട് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മോഡുലേഷനിൽ അപ്പോൾ 2.5 GB/s വരെ അത് പറ്റുള്ളൂ. അതിന് മുകളിൽ ആയാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ചിർപ്പ് വരും. അതായത് ലൈൻ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എക്സ്റ്റേണൽ മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ? ഇൻ സച്ച് എ കോൺഫിഗർ ദ ഒപ്റ്റിക്കൽ സോഴ്സ് എമിറ്റ് എ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ലൈറ്റ് സിഗ്നൽ. ഓക്കെ, ഇൻ എക്സ്റ്റേണൽ മോഡുലേറ്ററിൽ എന്താ? കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നലാണ് ഒപ്റ്റിക്കലിൽ നിന്ന് എമിറ്റ് ചെയ്യുക, സോഴ്സ് ലേസർ സോഴ്സ് എമിറ്റ് ചെയ്യുക, വിച്ച് എൻറ്റേഴ്സ് ദ എക്സ്റ്റേണൽ മോഡുലേറ്റർ. ഇൻ ദിസ് കേസ്, ഇൻസ്റ്റെഡ് ഓഫ് വേരിയിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ ലേസർ, ദ ഇലക്ട്രിക്കൽ ഡ്രൈവിംഗ് സിഗ്നൽ ഡൈനാമിക്കൽ ചേഞ്ച് ദ ഒപ്റ്റിക്കൽ പവർ ലെവൽ ദാറ്റ് എക്സിസ്റ്റ് എക്സ്റ്റേണൽ മോഡുലേറ്റർ. എക്സ്റ്റേണൽ മോഡുലേറ്ററിലുള്ള ഡ്രൈവിംഗ് സിഗ്നലാണ് നമ്മൾ വാരി ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ മോഡുലേറ്ററിൽ നിന്ന് പുറത്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Okay, external driving signal dynamical change the optical power level that external modulator optical power level ആണ് അത് എന്ത് ചെയ്യാം, മാറ്റുക. അതായത് ഈ ലേസർ ഡയോഡിന് കോൺസ്റ്റന്റ് വരിക, ഇവിടെ നിന്നാണ് എന്ത് മാറ്റുന്നത്? നമ്മുടെ ലേസറിന്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത് എക്സ്റ്റേണൽ മോഡുലേറ്റർ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ലേസർ മോഡുലേഷൻ. ഇവിടെ ലേസർ മോഡുലേഷന്റെ 2 ടൈപ്സ് പറയുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എന്നാലും ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫേസ് മോഡുലേറ്ററും അതുപോലെ തന്നെ 2 എക്സ്റ്റേണൽ മോഡുലേറ്റേഴ്സ് ആണ്. ഇലക്ട്രോ അബ്സോർപ്ഷൻ മോഡുലേറ്ററും. ഓക്കെ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് സിഗ്നലിലോട്ട് മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ വരുന്ന ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, ഫേസ് ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. എന്നാൽ ഇലക്ട്രോ അബ്സോർബ് മോഡുലേറ്ററിൽ ഇറ്റ് ഓപ്പറേറ്റ്സ് ഹാവിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ചേഞ്ച് ദ ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടി മെറ്റീരിയൽ. ഓക്കെ, ആ ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ എക്സ്റ്റേണൽ മോഡുലേറ്ററിൻ്റെ 2 സ്പ്ലിറ്റ് അപ്പ് ആണ്. Okay, so that's all about external modulator. Then we are moving to source fiber coupling. സോഴ്സ് ഫൈബർ കപ്ലിംഗ് മുമ്പ് ഫൈബറും അതുപോലെ തന്നെ ലേസറും തമ്മിലുള്ള കപ്ലിങ്, അതായത് ലൈറ്റ് സോഴ്സ് ലേസറിന് വരുന്ന ലൈറ്റ് നമ്മൾ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്യണം. സോ ദാറ്റ് ഈസ് കാൾഡ് ലേസർ കപ്ലിംഗ്. ഓക്കെ, സോഴ്സ് കപ്ലിംഗ്. ദ ഡിസൈൻ ഒബ്ജക്റ്റീവ് ഓഫ് എനി ട്രാൻസ്മിറ്റർ, ഏത് ട്രാൻസ്മിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മേക്കറിൻ്റെ ഈസ് ടു കപ്പിൾ ആസ് മച്ച്, അവരുടെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കപ്പിൾ ആസ് മച്ച് ആസ് ലൈറ്റ് ആസ് പോസിബിൾ ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ ലേസറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് റേസും നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ഫെഡ് ചെയ്യണം എന്നാണ് അവരുടെ ഒരു ഒബ്ജക്റ്റീവ്. പക്ഷെ അങ്ങനെ എല്ലാ ലൈറ്റും ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ഫെഡ് ചെയ്യാറില്ല. പോർഷൻ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്ത് പോവാറുണ്ട്. പോർഷൻ ഓഫ് ലൈറ്റ് പുറത്ത് പോവാറുണ്ട് കേട്ടോ. അതായത് എല്ലാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് ലേസറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റും അല്ലെങ്കിൽ LED പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റും ലേസറിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് എത്തണമെന്നില്ല. അങ്ങനെ മാക്സിമം എത്തുന്ന രീതിയിലാണ് അവർ ട്രാൻസ്മിറ്റർ ഡിസൈൻ ചെയ്യുക. കുറച്ച് ലോസ് വരും. കപ്ലിംഗ് എഫിഷ്യൻസി ഈ ഒരു കപ്ലിംഗ് എഫിഷ്യൻസി, ഈ കപ്പിൾ ചെയ്യാനുള്ള എഫിഷ്യൻസി, അതായത് നമ്മുടെ ഈ ലൈറ്റും ഈ ഒപ്റ്റിക്കൽ ഫൈബറും കപ്പിൾ ചെയ്യാനുള്ള എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒപ്റ്റിക്കൽ സോഴ്സസിനെയാണ്. അതായത് ഒപ്റ്റിക്കൽ സോഴ്സ് LED, ലേസർ ഇവരെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ ദ ടൈപ്പ് ഓഫ് ഫൈബറിനെ ഡിപ്പെൻഡ് ചെയ്യും, മൾട്ടി മോഡ് ആണോ സിംഗിൾ മോഡ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ LED സിംഗിൾ മോഡ് ഫൈബേഴ്സിൽ LED അത്ര കപ്ലിംഗ് എഫിഷ്യൻസി കുറവാകും. പക്ഷെ ലേസർ യൂസ് ചെയ്തിട്ടാണ് LED സിംഗിൾ മോഡ് ഫൈബറിൽ നമ്മൾ കപ്പിൾ ചെയ്യുന്നതെങ്കിൽ കപ്ലിംഗ് എഫിഷ്യൻസി കൂടും. അതായത് മോർ ലൈറ്റ് റേസ് സിംഗിൾ മോഡിലോട്ട് വരും. കാരണം ലേസർ കൊഹറന്റ് ലൈറ്റ് ആണ് വരുന്നത്. LED വരുമ്പോൾ നോൺ കൊഹറന്റ് ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ലേസർ സിംഗിൾ മോഡ് ഫൈബേഴ്സിൽ ലേസേഴ്സാണ് യൂസ് ചെയ്യുക. LED യൂസ് ചെയ്യുന്നത് മൾട്ടിമോഡ് ഫൈബേഴ്സിലാണ്. അപ്പോൾ നമ്മുടെ ഈ കപ്ലിംഗ് എഫിഷ്യൻസി നമ്മുടെ ലേസർ അതായത് ഒപ്റ്റിക്കൽ സോഴ്സിനനുസരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഫൈബറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബറിനനുസരിച്ചും അതിൻ്റെ കപ്ലിംഗ് എഫിഷ്യൻസി ചേഞ്ച് ആവും. Coupling can be very inefficient when light from LED is coupled to, okay, coupling efficiency for edge emitting. അങ്ങനെ അതിൻ്റെ ഒരു coupling efficiency വരെ small piece of fiber known as pigtail is included with the transmitter so that the coupling efficiency can be improved. Coupling efficiency improve ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഫൈബർ കൂടി കൊടുത്താൽ നമുക്ക് കപ്ലിംഗ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതായത് 3 ടൈപ്പ് ഉണ്ട്. അതായത് കപ്ലിംഗ് എഫിഷ്യൻസി കൂട്ടാൻ, അതായത് നമ്മുടെ ഫുൾ ലൈറ്റും ഫൈബറിലോട്ട് വരാനും വേണ്ടി 3 മെത്തേഡ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് മെത്തേഡ്, മൈക്രോ ലെൻസ് മെത്തേഡ് ആൻഡ് ടാപ്പേർഡ് ഫൈബർ. അതായത് നമ്മുടെ ഒരു ലേസറിന് ഒരു കോൺവെക്സ് ലെൻസ് കൊടുത്താൽ അത് ലൈറ്റ് ടാപ്പർ ചെയ്തിട്ട് നമ്മുടെ ഫൈബറിലോട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മൈക്രോ ലെൻസും സെയിം ഇതാണ്. മൈക്രോ ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ലൈറ്റിനെ, അതായത് ലേസറിന് വരുന്ന ലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈബറിലോട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കപ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ആൾസോ ടാപ്പേർഡ് ഫൈബർ. ഒരു ടാപ്പറിങ് ഫൈബേഴ്സ് യൂസ് ചെയ്താലും, അതായത് ടാപ്പേർഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ആ ഒരു ലേസറിന് വരേണ്ട അവിടുത്തെ ഹയർ വിഡ്ത്ത് ഉള്ളതും അതുപോലെ ഫൈബറിലോട്ട് പോകുന്നോട്ട് ടാപ്പർ ചെയ്ത് വരിക, അപ്പോൾ ലോവർ വിഡ്ത്തും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാക്സിമം ലൈറ്റ് ലേസറിന് കളക്ട് ചെയ്തിട്ട് ഫൈബറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കപ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയ്സ് പഠിക്കാം. ഓക്കെ, then moving to different types of noise. നമ്മുടെ ലേസറിൽ ഡിഫറെൻറ്റ് നോയ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ നോയ്സ് ഇൻ ലേസർ ഡയോഡ്സ്. ഓക്കെ, so optical output from laser diode is not constant at particular level but has fluctuation light intensity level. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ലേസറിന് വരുന്നത് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പവർ ഔട്ട്പുട്ട് ആണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാലും ചില ഇൻസ്റ്റന്റിൽ കോൺസ്റ്റന്റ് ആവണമെന്നില്ല, കുറച്ച് വേരിയേഷൻസ് വരും. ദിസ് വേരിയേഷൻ ഈസ് ഡ്യൂ ടു സം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ്. ദീസ് വേരിയസ് നോയ്സ് ആർ 3 ടൈപ്സ് നോയ്സ്. മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്പ് നോയ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് റിഫ്ലക്ഷൻ നോയ്സ്. റിഫ്ലക്ഷൻ നോയ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലേസറിന് വരുന്ന ലൈറ്റ് നമ്മുടെ ഫൈബറിലോട്ട് കൊടുക്കുമ്പോൾ വരുന്ന കുറച്ച് ലോസ് ആണ് റിഫ്ലക്ഷൻ നോയ്സ്. അതായത് ലേസറിന് വരുന്ന ലൈറ്റ് ഡയറക്റ്റ് ഫൈബറിലോട്ട് കൊടുക്കുമ്പോൾ ആ ലൈറ്റ് മൊത്തമായിട്ട് നമ്മൾ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് വരുന്ന ലോസ് ഓഫ് ലൈറ്റിനെയാണ് റിഫ്ലക്ഷൻ നോയ്സ് എന്ന് പറയാം. This type of introduced into laser diode output due to the Fresnel reflection of the output light of the laser diode at the tip of the optical fiber. Optical fiber ന്റെ ടിപ്പും ലേസർ ഡയോഡിന് വരുന്ന ലൈറ്റും ഇടയിൽ വരുന്ന ഫ്രെസ്നൽ റിഫ്ലക്ഷൻ കൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ നോയ്സ് ഉണ്ടാകുന്നത്. അതിനാണ് ഫ്രെസ്നൽ റിഫ്ലക്ഷൻ. ഫ്രെസ്നൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ലൈറ്റ് എന്ത് ചെയ്യുക, കുറച്ച് റിഫ്ലക്ട് ചെയ്ത് പുറത്തു പോകും, അതായത് മൊത്തം നമ്മുടെ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്യില്ല. ദാറ്റ് ഇസ് കാൾഡ് ഫ്രെസ്നൽ നോയ്സ്. അതൊന്നും പറയാം. ഫ്രെസ്നൽ റിഫ്ലക്ഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് പോർഷൻ ഓഫ് ലൈറ്റ് ഇൻസ്റ്റഡ് ഓൺ എ പ്ലാനർ ഇൻഫറൻസ് ബിറ്റ്വീൻ 2 ഹോമോജീനിയസ് മീഡിയ ഹാവിംഗ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് നമ്മുടെ സെയിം ഹോമോജീനിയസ് മീഡിയ ആണ്, രണ്ടും ഒപ്റ്റിക്കൽ മീഡിയ ആണ്, പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്കൽ ഫൈബറിനും അതുപോലെ തന്നെ ലേസറിനും ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ഉള്ള രണ്ട് മെറ്റീരിയൽസ് തമ്മിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, അതായത് ഫ്രം ലേസറിന് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ലൈറ്റിനെ കപ്പിൾ ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ലോസ് ഓഫ് ലൈറ്റ് കൊണ്ട് അതിനെ ഫ്രെസ്നൽ റിഫ്ലക്ഷൻ എന്ന് പറയണം. ഈ റിഫ്ലക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ലൈറ്റ് ലോസിനെയാണ് റിഫ്ലക്ഷൻ നോയ്സ് എന്ന് പറയാം. ഓക്കെ, ഇത് ഇൻസിഡന്റ് ലൈറ്റിനൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. ആൻഡ് ആൾസോ ഔട്ട്പുട്ട് ലേസർ ഡയോഡ് ഇസ് പെർഫെക്റ്റ്ലി അലൈൻഡ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ടിപ്പ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ പാർട്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്ട്, അതെ, പാർട്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദ ഫേസ് ഓഫ് ദ റിഫ്ലക്റ്റഡ്. ഓക്കെ, ഈ ഒരു ഇങ്ങനെ പാർട്ട് ഓഫ് ലൈറ്റ് പോകാൻ വേറെ കാരണമുണ്ട്. വൈബ്രേഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻ കൊണ്ട് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ഈ ലൈറ്റ് കൂടുതൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് റിഫ്ലക്ഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഫ്രെസ്നൽ റിഫ്ലക്ഷൻ കൊണ്ട്, ഫ്രെസ്നൽ റിഫ്ലക്ഷൻ പാർട്ട് ഓഫ് ലൈറ്റ് നമ്മുടെ ലേസറിന് പുറത്തു പോവുക ഈ റിഫ്ലക്ഷൻ കൊണ്ട്. റിഫ്ലക്ഷൻ എന്താ കാരണം, നമ്മുടെ ഈ ഫൈബറും അതുപോലെ തന്നെ ലേസറിനും ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായതുകൊണ്ട്. രണ്ടാമത്തെയാണ് മോഡ് പാർട്ടീഷൻ നോയ്സ്. മോഡ് പാർട്ടീഷൻ നോയ്സ് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ, ലേസറിന്റെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഇതാണ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം ഓഫ് ഫാബ്രി പെറോഡ് ക്യാവിറ്റി. ഫാബ്രി പെറോഡ് ക്യാവിറ്റി എന്നാണ് നമ്മുടെ ലേസറിന്റെ ആ സ്ട്രക്ചറിന് പറയാം. കാരണം രണ്ട് റിഫ്ലക്ഷൻ മീഡിയ ഉണ്ട്. ഈ റിഫ്ലക്ഷൻ മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ
റിഫ്ലക്ട് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റീനാണ് ഫാബ്രിക് പാരറ്റ് ക്യാവിറ്റി പറയുക. അതായത് രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട്, മിറേഴ്സ് വെച്ചുകൊണ്ടാണ് ഇതിനെ ഫാബ്രിക് പാരറ്റ് ക്യാവിറ്റി. ഈ ഫാബ്രിക് പാരറ്റ് ക്യാവിറ്റിയിലുള്ള ലേസറിന്റെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമ്മൾ പറയാതെ, നോർമലി ഇങ്ങനെ തന്നെയാണ് വരാറെന്ന് പറയാം. കാരണം പക്ഷേ അതിലൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഓൾ ദ ഔട്ട്പുട്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ how one should note that the above spectral characteristics is actually an average power representation with respect to time. ഇത് ഓരോ വേവ് ലെങ്ത്തിന്റെ, അതായത് നമ്മൾ ലേസറിന് വരുന്ന ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളാണ് അല്ലെ. സോ ഡിഫറെന്റ് വേവ് ലെങ്ത് ലൈറ്റ് വരുമ്പോൾ ഈ വേവ്സിനൊക്കെ നമ്മൾ ആവറേജ് എടുത്തിട്ടാണ് ഈ സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ലൈറ്റ് വേവ്സ് എടുക്കുകയാണെങ്കിലും അതിന്റെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിന്റെ അതിന്റെ ഫ്ലക്ച്വേഷൻസ്, ഔട്ട്പുട്ട് ഫ്ലക്ച്വേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ആവറേജ് എടുക്കുമ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കിട്ടുക. പക്ഷെ ഇൻഡിവിജ്വൽ വേവ് ലെങ്ത് എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ലേസർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പവർ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്, മോഡൽ. ആ ഒരു നോയ്സിനെ പറയുന്നതാണ് this is mode partition noise. Okay, in other words, although the total power in the optical may be constant with the time, yet the power level of the different wavelength component in the output of laser does not remain the same all the time. Different wavelengthine ഒരേ ഔട്ട്പുട്ട് ആവണമെന്നില്ല എല്ലാ സമയത്തും. The power level of the different wavelength components in the laser output may vary as a function of time. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പവർ ലെവൽ മാറും. ഈ ഒരേ വേവ് ലെങ്ത് തന്നെ സെയിം ഔട്ട്പുട്ട് പവർ ആണെന്നില്ല, ടൈം ചേഞ്ച് ആകുമ്പോൾ മാറും. ഓക്കെ, ഓൺലി വെൻ ദേ ആർ ആവറേജ് ഓവർ ടൈം ഇൻ ദ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേസർ ഔട്ട്പുട്ട് ലുക്സ് ലൈക്ക് എ ഹെബോ ഫിഗർ. ഈ ഒരു ഫിഗർ നമ്മൾ ആവറേജ് എടുക്കുമ്പോഴേ കാണുന്നുള്ളൂ. പക്ഷെ പല സമയത്തും ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ഇവരുടെ പവർ ലെവൽ ഡിഫറെന്റ് ആണ്. ദീസ് വേരിയേഷൻ ഇൻ ദ പവർ ലെവൽ ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത് കോമ്പണൻസ് ഓഫ് ദ ഔട്ട്പുട്ട് സ്പെക്ട്രം കോസ് ഡിഫറെന്റ് വേവ് ലെങ്ത് ടു ഹാവ് എ മാക്സിമം പവർ ലെവൽ അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സോ ഡിഫറെന്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ ഒരു വേവ് ലെങ്ത്തിന് തന്നെ പല സമയത്ത് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മാക്സിമം പവർ ഔട്ട്പുട്ട് ഒരേ വേവ് ലെങ്ത്തിന് തന്നെ ഡിഫറെന്റ് ടൈമിൽ ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു നോയ്സിനെ പറയുന്ന, ആ ഒരു ഡിഫറൻസിനെ പറയുന്നതാണ്, ആ ഒരു വേരിയേഷനെ പറയുന്നതാണ് മോഡൽ വേരിയേഷൻ നോയ്സ്. ഓക്കെ, ദിസ് ലീഡ് ടു ദ ജനറേഷൻ ഓഫ് നോയ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഇസ് നോൺ ആസ് മോഡൽ പാർട്ടീഷൻ നോയ്സ്. ഇതിനാണ് മോഡൽ പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയേഷൻ ഇൻ ദ ഔട്ട്പുട്ട് പവർ ഓഫ് എവറി ഡിഫറെന്റ് വേവ് ലെങ്ത് കോമ്പണൻസ്, ഡിഫറെന്റ് വേവ് ലെങ്ത് കോമ്പണൻസ് ഉണ്ടാവുന്ന ഔട്ട്പുട്ട് പവറിലെ വേരിയേഷൻ. ദെൻ നെക്സ്റ്റ് ആണ് സ്പെക്കിൾ നോയ്സ്. ഓക്കെ, what is speckle noise? The different frequency component in the optical output of the laser diode move with the different velocities inside the optical fiber due to dispersion phenomena. നമ്മളിൽ ലേസറിന് വരുന്ന ഔട്ട്പുട്ടിൽ എല്ലാത്തിനും ഡിഫറെന്റ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു. അതായത് ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വേവ്സ് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉണ്ടാവുക. ഈ ഡിഫറെന്റ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വേവ് നമ്മുടെ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈബറിന്റെ കോറിനകത്ത്, ഫൈബറിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, സിൻസ് ഇറ്റ് ഹാസ് ഡിഫറെന്റ് ഫ്രീക്വൻസി. Okay, this causes the output of the optical fiber at the receiving end to consist several small bright and dark regions called speckles of light. ഈ ഒരു ഡിഫറൻസ്, അവരുടെ വെലോസിറ്റി ഡിഫറൻസ് കൊണ്ട് തന്നെ ഈ റിസീവർ സൈഡിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഔട്ട്പുട്ടിൽ, അതായത് ഫൈബർ ഔട്ട്പുട്ടിൽ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് റീജിയൻസ് കാണും. ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് റീജിയൻസ് കാണും. ആ റീജിയനെ പറഞ്ഞാണ് സ്പെക്കിൾസ് എന്ന് പറയാം. ഓക്കെ, ദീസ് സ്പെക്കിൾസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ഓക്കെ, ഇതാണ് സ്പെക്കിൾസ്. അതായത് നമ്മുടെ ഒരു ഫൈബർ കോറിന്ന് ലൈറ്റ് പുറത്ത് വരുമ്പോൾ ഒരുപാട് ചില സ്ഥലത്ത് ഡാർക്ക് റീജിയൻ അല്ലെങ്കിൽ ബ്ലാക്ക് റീജിയൻ വരും. ഇതിനാണ് സ്പെക്കിൾസ് എന്ന് പറയാം. ഈ സ്പെക്കിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഓഫ് ദ ഫീൽഡ് ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസി കോമൺ ദ ഒപ്റ്റിക്കൽ ഫൈബർ ആസ് ദേ ട്രാവൽ അലോങ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഇത് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഡിഫറെന്റ് ഫ്രീക്വൻസീസിൽ ഈ ലൈറ്റ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. സോ അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വരും, ഡിസ്പേർഷൻ വരും. അപ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ആവാം, ഡിസ്ട്രക്റ്റീവ് ആവും. സെയിം ആണെങ്കിൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരും, ഡിഫറെന്റ് ഡയറക്ഷനിലാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആവും. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഈ ഇന്റർഫിയറൻസ് കാരണമാണ് ഈ സ്പെക്കിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, the pattern of bright and dark regions produced by the outside of the optical fiber is called speckle pattern. ഈ ഒരു പുറത്ത് റിസീവറിൽ വരുന്ന ഈ ഒരു സ്പെക്കിൾസിന്റെ പാറ്റേൺ ആണ് നമ്മൾ സ്പെക്കിൾ പാറ്റേൺ എന്ന് പറയാം. ഈ സ്പെക്കിൾ പാറ്റേണിലുള്ള ചേഞ്ചസിനെയാണ് സ്പെക്കിൾ നോയ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ സ്പെക്കിൾ പാറ്റേൺ എന്തായാലും ഉണ്ടാവും. ഈ സ്പെക്കിൾ പാറ്റേൺ ചേഞ്ച് ചെയ്യും എപ്പോ? Speckle patterns are character. Okay, since the total power in the cross section of the fiber is constant, the speckle pattern is rather the redistribution of the power over the cross section of the optical fiber. However, due to temperature variations, the different wavelength component in the optical signal undergo different phase changes with respect to time.
So the spectral pattern slowly varies with respect to time. This effect, coupled with the non-uniform power detection capability of the photodetector over the entire cross-section, creates fluctuation in the output signal. Okay, this is because due to variation in the spectral pattern with respect to time, once the dark region now gets converted to bright region and vice versa. So the detector output varies according to it has non-uniform power obstructions angle. ഈ spectral pattern, സ്പെക്ട്രൽ പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് ആണ്. സ്പെക്ട്രൽ പാറ്റേൺ എന്തായാലും ഉണ്ടാവും, കാരണം ഈ ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഡിഫറെന്റ് വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് റിസീവറിൽ ഈ ഒരു ലൈറ്റ് ഫോമിനെ ഇങ്ങനെ സ്പെക്ട്രൽ പാറ്റേൺ ബ്രൈറ്റും ഡാർക്കും റീജിയൻ ആയിട്ട് കാണിക്കും. ഇനി നമുക്ക് ടെമ്പറേച്ചർ വേരി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, due to temperature variations, different wavelength component different phase changes വരും. ഓക്കെ, ഓരോ വേവ് ലെങ്ത്തിന് ഓരോ ഫേസ് ചേഞ്ചസ് വരും. അത് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഫേസ് ചേഞ്ച് മാറും. അപ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യുന്ന മാറുമ്പോൾ തന്നെ നമുക്ക് ഈ സ്പെക്കിളിൽ വരുന്ന പാറ്റേണിലും ചേഞ്ച് വരും. ഓക്കെ, സ്പെക്കിൾ പാറ്റേൺ എങ്ങനെ ചേഞ്ച് വരാന്ന് വെച്ചാൽ, ഡാർക്കുള്ള പൊസിഷൻ മാറിയിട്ട് ബ്രൈറ്റ് ആവും, അതുപോലെ ബ്രൈറ്റുള്ള പൊസിഷൻ മാറിയിട്ട് ഡാർക്ക് ആവും. അങ്ങനെ ആ ഒരു സ്പെക്കിളിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്ന നോയ്സ് ആണ് സ്പെക്കിൾ നോയ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നോയ്സ്. ഓക്കെ, ഇത് അത്രയാണ് ലേസറിൽ വരുന്ന നോയ്സ്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് നോയ്സ് ആണ് ആംപ്ലിഫൈഡ് സ്പോണ്ടേനിയസ് എമിഷൻ. ഈ ആംപ്ലിഫൈഡ് സ്പോണ്ടേനിയസ് എമിഷൻ ഒന്നുമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണം. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിന് അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിന് ഹൈ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഹൈ എനർജി ലെവലിൽ മോർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ വരും, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. എന്നിട്ട് ഈ ഹൈ എനർജി ലെവലിൽ മെറ്റാസ്റ്റേബിളിലോട്ട് നമ്മൾ, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരിയേഴ്സിന്റെ ലൈഫ് ടൈം തീരുമ്പോൾ ഇവരെന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് ആയിട്ട് പുറത്ത് ലൈഫ് ടൈം തീരുമ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ വഴി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിൽ വരും. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫോട്ടോൺസിനെ ഇഞ്ചക്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഫോട്ടോൺസിനെ ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ അതിലേക്ക് കാരിയേഴ്സിനെ ലോവർ എനർജി ലെവലിലോട്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ലേസർ ആക്ഷൻ. അപ്പോൾ ഈ ലേസർ ആക്ഷനിൽ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് വരുന്നത്. ലേസർ ആക്ഷനിൽ വരുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോൺ കൊടുത്തിട്ട് ലോവർ എനർജി ലെവൽ വരിക. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് നമ്മുടെ ലേസറിന്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും കുറച്ച് കഴിഞ്ഞാൽ. അതായത് ലൈറ്റ് നമ്മൾ കൊടുത്താലും ഇത് കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ചിലതൊക്കെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് എമിഷൻ അതിന്റെ ആ ലൈഫ് ടൈം, കാരിയറിന്റെ ഹൈ എനർജി ലെവലിലുള്ള കാരിയറിന്റെ ലൈഫ് ടൈം കഴിഞ്ഞാൽ അത് ലോവർ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യും. സോ സ്പോണ്ടേനിയസ് എമിഷൻ അവിടെ നടക്കും. ഓക്കെ, ഈ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. ആ സ്പോണ്ടേനിയസ് എമിഷൻ നടന്നിട്ട് വരുന്ന ഈ ലൈറ്റ് എനർജി കൊണ്ട് ഇവിടെ ആംപ്ലിഫൈയും ചെയ്യും. ഈ ലൈറ്റ് എനർജിനെ നമ്മൾ ഈ ലേസറിൽ ഈ സ്പോണ്ടേനിയസ് എമിഷൻ കൊണ്ട് നടന്ന എമിഷനെ നമ്മൾ എന്താണ്, ഒരു നോയ്സ് ആയിട്ടാണ് കണക്കാക്കുക. കാരണം നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് നമ്മൾ ലേസർ ആക്ഷൻ ചെയ്യുന്നതുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ലേസറിന്റെ കേസിൽ അതൊരു നോയ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കാൾഡ് ആംപ്ലിഫൈഡ് സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, amplified spontaneous emission noise associated with the optical fiber. This is generated due to the spontaneous recombination of electron holes in the amplified medium. This recombination rises to the broad spectral background of photon that get amplified along with the optical signal. Optical signal കൂടെ തന്നെ, അതായത് സ്റ്റിമുലേറ്റഡ് എമിഷനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്പോണ്ടേനിയസ് എമിഷൻ വരുന്ന ഫോട്ടോണും ആംപ്ലിഫൈ ചെയ്യും. ദാറ്റ് ആ നോയ്സ് നമ്മൾ സ്പോണ്ടേനിയസ് നോയ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, this means there's always some output when no signal input. The output is due to some excitation of ions in the fiber. അതായത് നമ്മൾ ഫോട്ടോൺസ് കൊടുത്തില്ലെങ്കിലും, സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിട്ട് ഫോട്ടോൺസ് കൊടുത്തില്ലെങ്കിലും ഇവിടെ സ്പോണ്ടേനിയസ് എമിഷൻ വരും. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ നോയ്സ്. ഓക്കെ, ഞാൻ സ്പോണ്ടേനിയസ് എമിഷൻ കാണാനുള്ളത് NF is equal to noise figure is equal to PASC എന്ന് പറയാം. ASC എന്ന് പറയുമ്പോൾ ആംപ്ലിഫൈഡ് സ്പോണ്ടേനിയസ് എമിഷൻ നോയ്സ് ആണ് PASC. H nu G BOSA. Okay, BOSA and amplifier spontaneous power measured by OSA, that is optical special analyzer, H Planck's constant, optical frequency. ഇതാണ് ആ ഒരു നോയ്സ് ഫിഗർ കാണാനുള്ള ഇക്വേഷൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിന്റെ. ഓക്കെ, so that's all about today's class. Thank you. Have a nice day.